നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മോഡ്യൂൾ 9 നമ്മൾ ഇന്നലെ നോക്കിയിരുന്നു അല്ലേ, അതായത് കോൾഡ് വാറും അപ്പോൾ അത് കഴിഞ്ഞ് പ്രീ കോൾഡ് വാർ എവയൊക്കെയാണ് നമ്മൾ നോക്കിയത്. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രീ കോൾഡ് വാർ എവ റൈസ് ഓഫ് യുഎസ് ആൻഡ് ചൈന ആണ് നിങ്ങളുടെ മോഡലിൽ പറയുന്നെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കൂടുതലും കോൾഡ് വാർ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മോഡ്യൂൾ 9 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കി പോകാം. ഓക്കെ, അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് റെസ്പോൺസീവ് ആയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ ഓക്കെ, അങ്ങനെ മോഡ്യൂൾ 9 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് ഡിനോട്ട്സ്, ഞാൻ പറഞ്ഞു ഡിറ്റോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് വാക്കാണ്. ഓക്കെ, ഡിറ്റോൺ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, ദ കോൺസെപ്റ്റ് ഓഫ് ഡിനോട്ട്സ് defending biological weapons, cooperation in naval technology, collective security measure under UN, easing tensions between nations. നമ്മൾ ഇന്നലെ 5 ഫേസ് പഠിച്ചിരുന്നു. കോൾഡ് വാറിന്റെ 5 ഫേസ് നമ്മൾ ഇന്നലെ നോക്കിയിരുന്നു. അപ്പൊ അതിലൊരു തേർഡ് ഫേസ് ആണ് ഈ ഡിറ്റോൺ എന്ന് പറയുന്നത്. അതായത് ഒരു നികിത ക്രൂഷ്ചേവ് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്, ഒരു 75 വരെയൊക്കെ ഉള്ള ഒരു ടൈം പീരീഡ് ആണ് ഈ പറയുന്ന ഡിറ്റോൺ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഏത് ഫേസ് ആയിരിക്കും ഇതിനകത്ത്? ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതായിരിക്കാനാണ് ചാൻസ്? ഓക്കെ, ഡിറ്റോണ്ട് എന്ന വാക്കിന്റെ അർത്ഥം റിലാക്സേഷൻ എന്നാണ്. ഓക്കെ, റിലാക്സേഷൻ എന്നാണ്. ഇപ്പൊ മനസ്സിലാക്കുക, റിലാക്സേഷൻ എന്നാണ്. ഓക്കെ, അപ്പം ഈസിങ് ടെൻഷൻ ബിറ്റ്വീൻ നേഷൻ എന്നാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത്. ഓക്കെ, ഈസിങ് ടെൻഷൻ ബിറ്റ്വീൻ നേഷൻസ് എന്നാണ് ഡിറ്റോണിന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയാം. 14 പോയിന്റ് പ്രോഗ്രാംസ് വേർ പ്രപ്പോസ്ഡ് ബൈ, അതായത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ 14 പോയിന്റ് പ്രോഗ്രാംസിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. 14 പോയിന്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് വൂഡ്രോ വിൽസൺ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ് 14 പോയിന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, 14 പോയിന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ശേഷം സമാധാനം നിലനിർത്താൻ വേണ്ടി പുള്ളി കൊണ്ടുവന്ന ഒരു 14 പോയിന്റ്സ് ആണ്. ഓക്കെ, അതായത് ആംസ് റേസ് കുറയ്ക്കുക, അല്ലെങ്കിൽ ആയുധ ശേഖരണം കുറയ്ക്കുക, അത് കണക്ക് തന്നെ ബാക്കിയുള്ള സോവറിനിറ്റിയിൽ കയറി പരമാധികാരത്തിൽ കയറി കൈയെടുത്തായിരിക്കുക പോലുള്ള ഒരു 14 പോയിന്റ്സ് ആണ് ഈ പറയുന്ന 14 പോയിന്റ്സ് പ്രോഗ്രാം. ഓക്കെ, വൂഡ്രോ വിൽസൺ ആണ് കൊണ്ടുവരുന്നത്. ക്യൂബൻ മിസൈൽ ക്രൈസിസ് occurred in which year? അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ തന്നെ പറയാം. Cuban Missile Crisis was occurred in 1962. Okay, Cuban Missile Crisis was occurred in 1962. Cold War caused arms race which subsequently affected global peace. UN Security Council was effectively maintained international peace and security during Cold War period. ഓക്കെ, ഒന്ന് അസേർട്ട് ചെയ്യാണ്. അപ്പൊ അതിന്റെ റീസൺ കറക്റ്റ് ആണോ നോക്കുക. അസേർഷൻ റീസൺ ക്വസ്റ്റൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ഒരു അസേർഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ റീസൺ, ഈ പറയുന്ന അസേർട്ട് ചെയ്യുന്ന കാര്യമായിട്ട് ഈ റീസൺ ശരിയാണോ എന്ന് നോക്കുക. A is true, R is false, both A and R are false, both A and R are true, and R is the correct explanation of A. A is false and R is true. ഏതായിരിക്കും? കോൾഡ് വാർ കോസ്റ്റ് ആംസ് റേസ് അല്ലേ? കോൾഡ് വാർ കോസ്റ്റ് ആംസ് റേസ്, ഇത് കറക്റ്റ് ആണ്. സബ്സിക്വന്റ്ലി അഫക്റ്റഡ് ഗ്ലോബൽ പീസ്, ശരിയാണ്. കാരണം ഒരുപാട് ഈ ഒരു ഫുൾ സ്കെയിൽ കോൺഫ്ലിക്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു അടിപിടിയിലേക്കോ പോയില്ലെങ്കിൽ എന്തുണ്ടായിട്ടുണ്ട്? പല സ്റ്റാൻഡ് ഓഫുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പൊ ക്യൂബൻ മിസൈൽ ക്രൈസിസ് പോലെയുള്ള പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ സമയത്തൊക്കെ എന്ത് വരുന്നുണ്ട്? ഈ ലോകത്തിന്റെ സമാധാനത്തിലായിരുന്നു ഇതെല്ലാം അഫക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കൊറിയൻ വാർ നടക്കുന്നുണ്ട്, വിയറ്റ്നാമില് US എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവേഡ് ചെയ്യുന്നുണ്ട്, സോവിയറ്റ് അഫ്ഗാനിസ്ഥാനിൽ ഇൻവേഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ക്യൂബൻ വാറിന്റെ കോൾഡ് വാറിന്റെ ഒരു ബേസിസിൽ തന്നെയാണ് ഇതെല്ലാം പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ടൈം പീരീഡിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആധിപത്യം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ഐഡിയയിൽ ഈ പറയുന്ന രണ്ട് ബ്ലോക്കുകളും ലോകത്തിന്റെ സമാധാനം വെച്ചായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞു UN സെക്യൂരിറ്റി കൗൺസിൽ വാസ് എഫക്റ്റീവ്ലി മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് സെക്യൂരിറ്റി ഡ്യൂറിംഗ് കോൾഡ് വാർ പീരീഡ്. അത് കറക്റ്റ് ആണോ? അത് കറക്റ്റ് അല്ല. UN സെക്യൂരിറ്റി കൗൺസിൽ അല്ലെങ്കിൽ UN എന്ന് പറയുന്ന ബോഡി പല കാലത്തും എന്തായിരുന്നു? പല കാലത്തും അല്ല, ഇപ്പോഴും. ഓക്കെ, ഇപ്പോഴും ഈ പറയുന്ന വെസ്റ്റ് ഒരു റീജിയൻസ് അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ മെയിൻലി US-ന്റെ ഒരു കളിപ്പാവയായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. UN സെക്യൂരിറ്റി കൗൺസിൽ ഞാൻ UN കുറിച്ച് പഠിക്കും, കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം സെക്യൂരിറ്റി കൗൺസിൽ വാസ് എഫക്റ്റീവ് അല്ല. സെക്യൂരിറ്റി കൗൺസിൽ അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു. അവർക്ക് ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടെന്ന സ്ഥലത്ത് പീസ് കീപ്പിംഗ് മിഷൻസ് നടന്നിട്ടുണ്ട്. പക്ഷെ എഫക്റ്റീവ് ആണെന്ന് വെച്ചാൽ ഒരു എഫക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് A is true, R is false ആണ്. ഓക്കെ, A is true, R is false. സെക്യൂരിറ്റി കൗൺസിൽ അന്നും ഇന്നും എഫക്റ്റീവ് അല്ല. ഓക്കെ, the term Cold War was coined by, okay,
ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബെർണാഡ് ബാരൂക്ക് ആണ്. ഓക്കെ, ബെർണാഡ് ബാരൂക്ക് ആണ്. പക്ഷെ നമ്മൾ ഇന്നലെ പഠിച്ചത് ഈ ക്വസ്റ്റിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത്. കോൾഡ് വാർ എന്ന ടേം കോയിൻ ചെയ്തത് ജോർജ് ഓർവെൽ ആണ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഓക്കെ, പക്ഷെ അത് തന്നെയാണ് ഈ ടേം ഫസ്റ്റ് കോയിൻ ചെയ്യുന്ന ആളുടെ പേര് ജോർജ് ഓർവെൽ തന്നെയാണ്. അത് പക്ഷെ ഈ പറയുന്ന കോൾഡ് വാർ എന്ന ടൈം പോപ്പുലറൈസ് ചെയ്ത ആളാണ് ബെർണാഡ് ബാരൂക്ക്. പക്ഷെ നിങ്ങൾ ഈ രണ്ടുപേരും പഠിച്ചു വെക്കുക. ഓക്കെ, ജോർജ് ഓർവെൽ ആൻഡ് ബെർണാഡ് ബാരൂക്ക്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ കോൾഡ് വാർ എന്ന ടേം ആരാണ് കോയിൻ ചെയ്യുന്നത് വരികയാണെങ്കിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് ജോർജ് ഓർവെൽ ആണോ ബെർണാഡ് ബാരൂക്ക് ആണോ ഓപ്ഷൻസ് നോക്കിയിട്ട് അത് പഠിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുക. Eisenhower doctrine. Okay, Eisenhower's doctrine was intended to. Eisenhower doctrine was intended to. നമ്മൾ ഇന്നലെ പഠിച്ച എല്ലാ ഡോക്ടറിൻസിന്റെയും യുഎസിന്റെ എല്ലാ ഡോക്ടറിൻസിന്റെയും ഒരു പ്രധാന ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? കണ്ടെയ്ൻമെന്റ് ഓഫ് കമ്മ്യൂണിസം ആണ് കേട്ടോ. എല്ലാത്തിനെയും ഏറെക്കുറെ എല്ലാ ഡോക്ടറിൻസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻമെന്റ് ഓഫ് കമ്മ്യൂണിസം ആണ്. ഈ പറയുന്ന ഡോക്ടറിൻസ് എല്ലാം വരുന്നത് കോൾഡ് വാർ എറയിലാണ്. അപ്പം ഈ വെസ്റ്റിന്റെ ഏറ്റവും വലിയ, ഞാൻ പറഞ്ഞിരുന്നു, ലോകത്തില് പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ആശയധാരകളോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളോ ആവുന്ന സ്ഥലത്തെല്ലാം എന്ത് നടന്നിട്ടുണ്ട്? അട്ടിമറികൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കൂപ്പ് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം ഈ പറയുന്ന റീഗൻ ഡോക്ടറിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഈ പറയുന്ന കോവേർട്ട് ഓപ്പറേഷൻസ് CIA മൂലവും അല്ലാതെ കോവേർട്ട് ഓപ്പറേഷൻസ് ഫണ്ട് ചെയ്ത് റെബൽസിനെ ഗറില്ലകൾക്കൊക്കെ ഫണ്ട് ചെയ്ത് ആ നാട്ടിലെ നിയമ സംവിധാനത്തിന് അല്ലെങ്കിൽ ആ പറയുന്ന ഗവൺമെന്റിനെ, കമ്മ്യൂണിസ്റ്റ് ആശയധാരകളുടെ ഗവൺമെന്റിനെ അട്ടിമറിക്കുക അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാന്ന് പറയുന്ന ഐഡിയയിലൊക്കെ വർക്ക് ചെയ്ത ഒരു ഡോക്ടറിനാണ് റീഗൻ ഡോക്ടർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഐസൻഹോവർ ഡോക്ടറിൽ എന്താണ്? സെയിം ആണ്, കണ്ടെയ്ൻമെന്റ് ഓഫ് കമ്മ്യൂണിസം ആണ്. ഓക്കെ, യൂറോപ്യൻ റിക്കവറി പ്രോഗ്രാം ഓഫ് USA is also known as. എന്താണ് യൂറോപ്യൻ റിക്കവറി പ്രോഗ്രാമിന്റെ വേറൊരു പേര്? ഇന്നലെ പറഞ്ഞിരുന്നു, മാർഷൽ പ്ലാൻ. മാർഷൽ പ്ലാൻ എന്താണെന്നാണ് പറഞ്ഞത്? മാർഷൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ സാമ്പത്തികമായി തകർന്ന് കിടക്കുകയാണ് അല്ലെ, ലോകം മുഴുവൻ സാമ്പത്തികമായി തകർന്ന് കിടക്കുകയാണ്. അപ്പൊ സാമ്പത്തികമായി തകർന്ന് കിടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്ത് കൊടുക്കുകയാണ്? എയ്ഡ് കൊടുക്കുകയാണ്. ഓക്കെ, വലിയ സാമ്പത്തിക സഹായം ചെയ്യാനായിട്ട് US കൊണ്ടുവരുന്ന ഒരു പ്ലാനാണ് മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്. മാർഷൽ പ്ലാൻ എന്ന് പറയാൻ കാരണം അന്നത്തെ US സെക്രട്ടറി ആയിരുന്ന ജോർജ് മാർഷലിന്റെ പേരിലാണ് ഈ മാർഷൽ പ്ലാൻ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ മാർഷൽ പ്ലാന്റെ ഉദ്ദേശവും ഞാനെന്ന് പറഞ്ഞിരുന്നു. എന്താണ് മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്? ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ സഹായിച്ച് ഒരു സെയിന്റ് ആവാനൊന്നും അല്ലായിരുന്നു USA ഉദ്ദേശം. ഈ പറയുന്ന കമ്മ്യൂണിസത്തിനെ കണ്ടെയ്ൻ ചെയ്യുക, അതേ കണക്ക് തന്നെ ഇവരുടെ അലയായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഡോമിനൻസ് കൊണ്ടുവരിക യൂറോപ്പിന്റെ മേളിൽ എന്നൊരു ഐഡിയയിലാണ് മാർഷൽ പ്ലാൻ ഒക്കെ വരുന്നത്. ഓക്കെ, അടുത്താണ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് കോൾഡ് വാർ വിത്ത് US മിലിറ്ററി ഇന്റർവെൻഷൻ ത്രൂ കേട്ടല്ലോ. Through first phase of first phase of Cold War started with the US military intervention through എന്താണ് റിപ്ലൈ ആണ്. കൊറിയൻ വാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇല്ല, ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, the first phase of Cold War started with US military intervention through കൊറിയൻ വാർ ആണ് കേട്ടോ. നമ്മൾ കൊറിയൻ വാറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നോർത്ത് കൊറിയ ഒരു അറ്റാക്ക് നടക്കുന്നു. പേൾ ഹാർബർ എന്നൊക്കെ പറയുന്നത് എന്താണ്? പേൾ ഹാർബർ എന്ന് പറയുന്നത് ഈ പറയുന്ന വേൾഡ് വാറിന്റെ ഒരു അവസാനം കുറിച്ച ഒരു ഇവന്റ് ആണ് പേൾ ഹാർബർ എന്ന് പറയുന്നത്. അത് കോൾഡ് വാറിന് സ്റ്റാർട്ടിംഗ് അല്ല. ബെർലിൻ ബ്ലോക്കേഡ് എന്ന് പറയുന്നത് കോൾഡ് വാർ സ്റ്റാർട്ടിംഗ് അല്ല, ബെർലിൻ ബ്ലോക്കേഡ് ഇടയ്ക്കിടയ്ക്ക് കൊറിയൻ വാർ ആണ്. ഓക്കെ, അപ്പൊ കൊറിയൻ വാർ ആണ് ഈ പറയുന്ന
ഫസ്റ്റ് ഫേസ് ഓഫ് കോൾഡ് വാറിന് ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കൊറിയ വാറിൽ സൗത്ത് കൊറിയനെ ആര് സപ്പോർട്ട് ചെയ്യുന്നു? സൗത്ത് കൊറിയനെ US സപ്പോർട്ട് ചെയ്യുന്നു, നോർത്ത് കൊറിയനെ സോവിയറ്റ് യൂണിയൻ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നോർത്ത് കൊറിയ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ആശയത്തിൽ വളർന്നു വന്ന ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ എന്ന് പറയുന്നത്. ഓക്കെ, ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് ദ പോളിസി ഓഫ് കണ്ടെയ്ൻമെന്റ് ഓഫ് കമ്മ്യൂണിസം ഇൻ USA ആരാണ്? കണ്ടെയ്ൻമെന്റ് ഓഫ് കമ്മ്യൂണിസം ഇൻ USA, ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഓക്കെ, ജോർജ് കീനൻ ആണ്. ജോർജ് കീനൻ എന്ന് പറഞ്ഞ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു ഈ പറയുന്ന കണ്ടെയ്ൻമെന്റ് ഓഫ് കമ്മ്യൂണിസം. ജോർജ് കീനന്റെ ഒരു ഐഡിയയിലാണ് ഈ പറഞ്ഞ ട്രൂമാൻ ഡോക്ടറിനും മാർഷൽ പ്ലാനും ഒക്കെ വരുന്നത്. ഈ ജോർജ് കീനന്റെ കണ്ടെയ്ൻമെന്റ് ഓഫ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പോളിസിയുടെ എന്താണ് ഒരു കൈവരിയായിട്ടാണ് ഈ പറയുന്ന ട്രൂമാൻ ഡോക്ടറിനും മാർഷൽ പ്ലാനും ഒക്കെ വരുന്നത്. ഫോർമൽ എൻഡ് ഓഫ് കോൾഡ് വാർ ടുക്ക് പ്ലേസ് ഇൻ, ഇതൊന്നും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിട്ടാണ്. ഫോർമൽ എൻഡ് ഓഫ് കോൾഡ് വാർ ടുക്ക് പ്ലേസ് ഇൻ ലണ്ടൻ സമ്മിറ്റിലാണ് കേട്ടോ. ലണ്ടൻ സമ്മിറ്റ് ഓഫ് നാറ്റോ 1990 ഓക്കെ, ഫോർമൽ എൻഡ് ഓഫ് കോൾഡ് വാർ നടക്കുന്നത്. അപ്പം അന്ന് എന്താണെന്ന് പറഞ്ഞാൽ ലണ്ടൻ സമ്മിറ്റിൽ വെച്ച് അവിടുത്തെ രാജ്യങ്ങൾ എന്താണ്, യൂറോപ്യൻ രാജ്യങ്ങൾ, ഈ പറയുന്ന വെസ്റ്റ് യൂറോപ്പും ഈസ്റ്റ് യൂറോപ്പും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈസ്റ്റ് യൂറോപ്പിലെ സോവിയറ്റിന് അലിയായിട്ട് ഇരുന്ന രാജ്യങ്ങളെല്ലാം ആര് സഹായിക്കാന്ന് പറഞ്ഞു? ഈ നേറ്റോ രാജ്യങ്ങൾ സഹായിക്കാന്നൊക്കെ പറയുന്നു. അപ്പം അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ഒഫീഷ്യൽ സാധനത്തിനാണ് ലണ്ടൻ സമ്മിറ്റ് ഓഫ് നാറ്റോ 1990 എന്ന് പറയുന്നത്. ഫോർമൽ എൻഡ് ഓഫ് കോൾഡ് വാർ ടുക്ക് പ്ലേസ് ചെയ്ത് അവിടെയാണ്. International relations between 1648 to 1945 were characterized by bipolar, unipolar, multipolar. Okay, international relations between 1648 to 1945 were characterized by, okay, എന്താണ് മൾട്ടിപോളാർ സിസ്റ്റം ആണ് അല്ലെ. അതായത് 1945 to 1991 വരെ ബൈപോളാർ, പിന്നെ 1991 തൊട്ട് 2001 വരെ ഒരു യൂണിപോളാർ വേൾഡ്. 2001 എന്ന് പറയാൻ കാരണം എന്താണ്? ഞാൻ പറഞ്ഞു 9/11 അറ്റാക്കിന് ശേഷമാണ്, അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷമാണ് ഈ പറയുന്ന എന്താണ് US-ന്റെ ഫോറിൻ പോളിസി തന്നെ മൊത്തത്തിൽ മാറി തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഒരു മൾട്ടിപോളാർ സിസ്റ്റം ആണ് ഇപ്പം അന്ന് 1648 to 1945 ടൈമിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ എന്ത് സിസ്റ്റമാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബൈപോളർ ആണോ, യൂണിപോളർ ആണോ, മൾട്ടിപോളർ ആണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലേ? എന്ത് സിസ്റ്റമാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലോകത്തില്? ആഫ്റ്റർ 2001 ടു ഇപ്പം 2001 എന്ന് പറയാൻ പറ്റില്ല, ഒരു 2010 ടു ഈ ഡെക്കേഡ് മൾട്ടിപോളാർ സിസ്റ്റം ആണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മൾട്ടിപോളാർ സിസ്റ്റം ആണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം യുഎസും ചൈനയും അമേരിക്കയൊക്കെ എന്താണ് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് പണ്ട് ലോകത്തിന് മുന്നിൽ ആ ഗോഡ് ഫാദർ ഒരു കളിയൊന്നും ഇപ്പൊ നടക്കുന്നില്ല. ഓക്കെ, ബേസിക്കലി കാരണം ഈ പറയുന്ന നമ്മൾ ഇന്നലെ വന്ന് പഠിച്ചിട്ടുണ്ട്, എയ്ഡ് കൊടുക്കുന്ന ഈ ഡൊണേഷൻ ഡിപ്ലോമസി എന്ന് പറഞ്ഞ ഡിപ്ലോമസി അല്ലെ, അത് സാമ്പത്തികമായിട്ട് ഫൈനാൻഷ്യൽ രാജ്യങ്ങളെ സഹായിക്കുക, ഡൊണേറ്റ് ചെയ്ത് സഹായിക്കുക. അപ്പൊ അത് US ചെയ്തിരുന്ന ഒരു പോളിസിയാണ്. അതിപ്പോ ചൈന ചെയ്യുന്നുണ്ട്, റഷ്യ, ഇന്ത്യ ഈ പറയുന്ന ഒരു മൾട്ടിപോളാർ വേൾഡിൽ ഒരു പ്ലെയർ ആയിട്ട് കയറി വരുന്നുണ്ട്. ഓക്കെ, സാങ്ഷൻസ് ഇന്റർനാഷണൽ റിലേഷൻസ് മീൻ, സാങ്ഷൻസ് എന്താണെന്ന് ജസ്റ്റ് പറയുക ഉപരോധങ്ങളാണ്. ഓക്കെ, എക്കണോമിക് കോവേഷൻ ആണ് അതിന്റെ എക്കണോമിക് കോവേഷൻ ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, എക്കണോമിക് കോവേഷൻ ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, സാമ്പത്തിക ഉപരോധങ്ങളെയാണ് നമ്മൾ ബേസിക്കലി എക്കണോമിക് സാങ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. ടുവേർഡ്സ് എ ന്യൂ കോൾഡ് വാർ വാസ് റിട്ടേൺ ബൈ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യാത്തതാണ്, ഒരു ബുക്കാണ് ടുവേർഡ്സ് നോം ചോംസ്കി എഴുതിയ. നോം ചോംസ്കി എന്ന് പറഞ്ഞ ഒരു ലെഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ്, ലെഫ്റ്റ് ഹിസ്റ്റോറിയനാണ് നോം ചോംസ്കി എന്ന് പറയുന്നത്. നോം ചോംസ്കി ഇടയ്ക്ക് ഒന്ന് എപ്സ്റ്റീൻ ഫയൽസിലൊക്കെ നോം ചോംസ്കിയുടെ പേരുണ്ടായിരുന്നു പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നോം ചോംസ്കി എന്ന് പറയുന്നത് ലെഫ്റ്റ് ആയിട്ടുള്ള US-ന്റെ വലിയൊരു ക്രിട്ടിക്കാണ് നോം ചോംസ്കി. നോം ചോംസ്കിയുടെ ബുക്കുകൾ വളരെ നല്ലതാണ്, പറ്റുന്നൊരു പൊളിറ്റിക്കൽ സയൻസിൽ വായിച്ചു നോക്കുക. ഓക്കെ, ഒരു US-ന്റെ വലിയ ക്രിട്ടിക് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ് നോം ചോംസ്കി, ഒരു പൊളിറ്റിക്കൽ തിങ്കർ ആണ് നോം ചോംസ്കി. ഓക്കെ, മോഡേൺ മാർഷൽ പ്ലാൻ വാസ് പ്രപ്പോസ്ഡ് ബൈ, അത് ഒരു കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, ഒന്നുമില്ല, USA തന്നെയാണ് പ്ലാൻ പ്രപ്പോസ് ചെയ്തത്. മോഡേൺ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, മാർഷൽ എന്ന് പറഞ്ഞ പേര് US-ന്റെ The term Iron Curtain was coined by അയൺ കട്ട്. നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. അയൺ കട്ടൈൻ സ്വിച്ച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അന്ന് ഈസ്റ്റ് ജർമ്മനിനെയും വെസ്റ്റ് ജർമ്മനിനെയും ഓക്കെ, അല്ലെങ്കിൽ ഈസ്റ്റേൺ യൂറോപ്പിനെയും വെസ്റ്റേൺ യൂറോപ്പിനെയും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഇടയിലുള്ള ആ ഡിവിഷനെയാണ് അയൺ കട്ടൈൻ ഉദ്ദേശിക്കുന്നത്. വിൻസ്റ്റൺ ചർച്ചിൽ പുള്ളിയുടെ പ്രശ്നത്തിലൂടെ പറയുന്നത്. ഓക്കെ, ഫുൾട്ടൺ സ്പീച്ച് വാസ് മേഡ്. ഫുൾട്ടൺ സ്പീച്ച് ആരാ നടത്തിയത്? ഫുൾട്ടൺ സ്പീച്ച് നടത്തിയത് അയൺ കട്ട് എന്ന് പറയുന്ന പ്രസംഗത്തിന്റെ വേറൊരു പേരാണ്
ഫുൾട്ടൺ സ്പേസ് എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരും കൂടി നമ്മൾ ഇന്നലെ പറഞ്ഞു, സിൽവേ പേരും കൂടെ. ഓക്കെ, 3 പേരുകളാണ്. ഐൻസ്റ്റൈൻ സ്പീച്ച്, ഫുൾട്ടൺ സ്പീച്ച്, സെയിം സ്പീച്ചുകളാണ്. ഓക്കെ, അത് നടത്തിയത് വിൻസ്റ്റൺ ചർച്ചിലാണ്. മാർഷൽ പ്ലാൻ വാസ് മെന്റ് ഫോർ റീബിൽഡിംഗ് വെസ്റ്റേൺ യൂറോപ്യൻ എക്കോണമീസ് ആണ് കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞു വെസ്റ്റ് യൂറോപ്പും ഉണ്ട്, ഈസ്റ്റ് യൂറോപ്പും ഉണ്ട്. ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പറഞ്ഞ സോവിയറ്റ് അലയായിരുന്നു. വെസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്തായിരുന്നു? ഈ പറഞ്ഞ യുഎസിന്റെ അലയായിരുന്നു. അപ്പം വെസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ സഹായിച്ച് അവരുടെ അലയാക്കി നിർത്തി അവരുടെ മുന്നിൽ ഡോമിനേഷൻ കൊണ്ടുവരാമെന്നാണ് ഈ മാർഷൽ പ്ലാൻ. നമ്മൾ ഒരുപാട് പ്രശ്നം പറഞ്ഞു അല്ലെ. ഹു ആർട്ടിക്കുലേറ്റ് ദ ആറ്റം ഫോർ പീസ് കോൺസെപ്റ്റ്? ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. ആറ്റം ഫോർ പീസ് കോൺസെപ്റ്റ് ഐസൻഹോവർ പറഞ്ഞ ഒരു പ്രസംഗമാണ് ബേസിക്കലി ആറ്റം ഓഫ് പീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പ്രസംഗത്തിൽ പുള്ളി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ന്യൂക്ലിയർ ടെക്നോളജി അല്ലെങ്കിൽ ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ മാനവരാശിന് വേണ്ടിയല്ല, മാനവരാശിക്ക് വേണ്ടി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയുടെ നല്ലതിന് വേണ്ടി എന്ന് പറയുന്ന ഒരു പ്രസംഗമാണ് ഐസൻഹോവറിന്റെ. ഐസൻഹോവറിന്റെ ഈ പ്രസംഗം മൂലമാണ്, ഈ ഒരു ഇനിഷ്യേറ്റീവ് മൂലമാണ് ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസി ഒക്കെ ഫോം ആവുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലെ. ഇത് ഐസൻഹോവർ തന്നെയാണ് മറ്റേ എന്താണ് ഒരു മറ്റേ ന്യൂക്ലിയർ പോളിസി പോളിസി കമ്മ്യൂണിസ്റ്റിനെ കണ്ടെയ്ൻ ചെയ്യണമെന്നും വിരുദ്ധ ചെയ്യണമെന്നും എല്ലാം പറയുന്നത് ഇതേ ഐസൻഹോവർ തന്നെയാണ് അല്ലെ. അവിടെ ഒരു ഐറണി ഉണ്ട്. ഓക്കെ, അത് യുഎസിന്റെ എല്ലാ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്ന ഒരു ഐറണി ഐസൻഹോവറിനും ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്താണ് ക്യാമ്പ് ഡേവിഡ് 1978 is related to ക്യാമ്പ് ഡേവിഡ് 1978. എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. ക്യാമ്പ് ഡേവിഡ്, ഓക്കെ, ക്യാമ്പ് ഡേവിഡ് ഒന്ന് പീസ് ഇൻ വെസ്റ്റ് ഏഷ്യ ആയിട്ട് റിലേറ്റഡ് കിടക്കുന്ന കാര്യമാണ് ക്യാമ്പ് ഡേവിഡ്. നമ്മൾ ഇന്നലെ തന്ന ആ ഒരു ബോക്സ് എല്ലാം വെസ്റ്റ് ഏഷ്യ ക്യാമ്പ് ഡേവിഡ്. ബേസിക്കലി ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് എന്ന് പറഞ്ഞാൽ അന്ന് ഈജിപ്തുമായിട്ട്, ഓക്കെ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ ആദ്യമായിട്ട് അംഗീകരിക്കുന്ന ഒരു അറേബ്യൻ രാജ്യം എന്ന് പറയുന്നത് ഈജിപ്റ്റ് ആണ്. അപ്പം ആ ഒരു മീഡിയേഷനൊക്കെ വഹിച്ചത് US ആണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അക്കോർഡാണ് ക്യാമ്പ് ഡേവിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ താഴെ തന്നെ ഇതിന്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 14 point programs. 14 point program was proposed by Woodrow Wilson in January 1918 during the war as a plan to ensure lasting peace after war. Okay, അടുത്ത ക്യൂബൻ മിസൈൽ ക്രൈസിസ് 1962 associate reason. Okay, our doctrine was intended to communism, European recovery program, first phase of Cold War. Okay, ഓക്കെ, കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കാര്യങ്ങൾ. ഓക്കെ, ട്രൂമാൻ ഡോക്ടറിൻ, മാർഷൽ പ്ലാൻ ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഫോർമൽ എൻഡ് ഓഫ് കോൾഡ് വാർ ടു പ്ലേസ് ഇൻ ലണ്ടൻ സമ്മിറ്റ് ഓഫ് നാറ്റോ. ഓക്കെ, പിന്നെ ഞാൻ നോം ചോംസ്കിയുടെ കുറച്ച് ബുക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം നോം ചോംസ്കി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റിലേഷൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വ്യക്തിയാണ്. ഓക്കെ, നോം ചോംസ്കിയുടെ ബുക്കുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊടുക്കുന്നത്. ഈ മാനുഫാക്ചറിംഗ് കൺസെപ്റ്റ് ഒക്കെ നോം ചോംസ്കിയുടെ വളരെ പ്രസിദ്ധമായ ബുക്കാണ്. ഓക്കെ, ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. നമുക്കപ്പം അടുത്ത മോഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാം. സമയം കളയുന്നില്ല. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫയൽ ഒന്ന് ഷെയർ ചെയ്യട്ടെ.
കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, മോഡ്യൂൾ 8. മോഡ്യൂൾ 8 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മോഡ്യൂൾ 8 നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെററിസം, റിലീജിയസ് ഫണ്ടമെന്റലിസം. ബേസിക്കലി ടെററിസം, റിലീജിയസ് ഫണ്ടമെന്റലിസം സെയിം ആണ്. ഓക്കെ, സെയിം ആണ്. കാരണം റിലീജിയസ് ഫണ്ടമെന്റലിസം ആണ് ടെററിസത്തിലേക്ക് ലീഡ് ചെയ്യുന്ന മേജർ ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. വേറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിൽ ഒരു വലിയൊരു ഫാക്ടറാണ് റിലീജിയസ് ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഹ്യൂമൻ റൈറ്റ്സ്. എൻവയോൺമെന്റ് ക്ലൈമറ്റ് ചേഞ്ചിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കൺവെൻഷൻസ് ഉണ്ട്. ഓക്കെ, കൺവെൻഷൻ ഇപ്പൊ നിങ്ങൾ ക്യോട്ടോ പ്രോട്ടോക്കോളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, പാരീസ് അഗ്രിമെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അത് കണക്ക് ഒരുപാട് കൺവെൻഷൻസ് ഉണ്ട്. ഇപ്പൊ ഓസോൺ ലെയറിന് വേണ്ടി വിയന്ന കൺവെൻഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. സൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ ഉണ്ട്, എൻഡേഞ്ചർഡ് സ്പീഷീസിന് വേണ്ടി. അപ്പൊ അതിനെ കുറിച്ചൊക്കെ കുറച്ച് ഡീപ്പായിട്ട് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ വളരെ ചുരുക്കത്തിൽ അതെന്താണ് എന്ന് നമുക്ക് പഠിച്ചു. പിന്നെ പ്രോബ്ലംസ് ഓഫ് ഡെമോക്രാറ്റിക് ട്രാൻസിഷൻ. ഓക്കെ, അറബ് സ്പ്രിംഗ്. അറബ് സ്പ്രിംഗ് എന്താണെന്ന് കുറച്ചവർക്ക് അറിയായിരിക്കും. അറബ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അറബിക് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന മൊണാർക്കി അട്ടിമറിക്കാൻ വേണ്ടി നടന്ന ഒരു റെവല്യൂഷൻ ആണ് ഈ പറയുന്ന അറബ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പം അതൊരു ഡെമോക്രാറ്റിക് ട്രാൻസിഷൻ ആയിരുന്നു അല്ലെ. അതായത് ഒരു മൊണാർക്കിയിൽ നിന്ന് ഒരു ഡെമോക്രസിയിലേക്ക് ഒരു ട്രാൻസിഷൻ ആണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും പിന്നെ അതേ കണക്ക് തന്നെ നടന്ന വേറെ കുറച്ച് റെവല്യൂഷൻസ് ഉണ്ട്. അപ്പം അറബ് സ്പ്രിംഗിന്റെ ഒരു പാർട്ടായിരുന്ന ട്യൂണീഷ്യയിൽ നടന്ന വിപ്ലവത്തിനെയാണ് ജാസ്മിൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മുല്ലപ്പൂ വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടോ? മുല്ലപ്പൂ വിപ്ലവം, ജാസ്മിൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വേറെ കുറച്ച് റെവല്യൂഷൻസ് ഉണ്ട് പല രാജ്യങ്ങളായിട്ട് നടന്നു. ഇപ്പൊ പോർച്ചുഗലിൽ കാർണേഷൻ റെവല്യൂഷൻ നടന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അതാണ് മാരിടൈം സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി. ഓക്കെ, മാരിടൈം സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇന്തോ പസഫിക് റീജിയനിലും ഇന്ത്യൻ ഓഷൻ റീജിയനിലും ഒക്കെ ഉള്ള സെക്യൂരിറ്റി ഓർഗനൈസേഷൻ നോക്കാം, സെക്യൂരിറ്റി ഫോറംസ് ആണ് നോക്കാൻ പോകുന്നത്. പിന്നെ മാരിടൈം സെക്യൂരിറ്റിയിൽ നമ്മൾ നോക്കുന്നത് ഇപ്പം ഇന്ത്യൻ റീജിയനിലും ഇന്തോ പസഫിക് റീജിയനിലും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മാരിടൈം സെക്യൂരിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സൈബർ സെക്യൂരിറ്റിയിൽ നമ്മൾ മേജർ കൺവെൻഷൻസ്, ഇന്റർനാഷണൽ ലെവലിൽ നടന്ന മേജർ കൺവെൻഷൻസ് അധികം നടന്നിട്ടൊന്നുമില്ല. 2-3 കൺവെൻഷൻസ് മാത്രമേ മേജറായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ നടന്നിട്ടുള്ളൂ. പിന്നെ ഇന്ത്യയിൽ കുറച്ച് നിയമങ്ങളും കൂടെ നടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ടെററിസം എന്താണ് എന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ഓക്കെ, ടെററിസം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. തീവ്രവാദം ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ ബേസിലായിരിക്കാം നടക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇപ്പം ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ആവശ്യം എന്താണ്? ഒന്നെങ്കിൽ ഒരു ഖലീഫ ഭരണമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് കൊണ്ടുവരാനായിരിക്കും. അപ്പൊ ഇതൊക്കെ ഒരു ഐഡിയോളജിക്കൽ വാർ അവിടെ നടക്കുന്നുണ്ട് അല്ലെ. ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം അത് ഐഡിയോളജിക്കലി കൾട്ട് പോലെയുള്ള രീതികളിലൊക്കെ ടെററിസം വളർന്നു വരുന്നത്. ഓക്കെ, ഇപ്പം ജപ്പാനിലൊക്കെ പണ്ടൊരു ഒരു കൾട്ട് ഉണ്ട്. അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും, സൈലന്റ് അറ്റാക്കിനെ കുറിച്ചൊക്കെ. അപ്പൊ കൾട്ട് ഉണ്ടായിരുന്നു. അതും ഒരു തരത്തിലുള്ള ഒരു ടെററിസ്റ്റ് രീതികളാണ്, അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് വേർഷൻസ് ആണ്. ഇപ്പം അത് മാത്രമല്ല, ഇപ്പൊ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റുകളൊക്കെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണ് കണക്കാക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടില് എന്തായിരുന്നു, ഖലിസ്ഥാൻ മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ലേ. അപ്പൊ ഖലിസ്ഥാൻ മൂവ്മെന്റിനൊക്കെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ പല രീതിയിൽ ടെററിസത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫണ്ടമെന്റലിസം മാത്രമല്ല ടെററിസത്തിന് കാരണം, സെസീഡ് ചെയ്ത് പോകാൻ പറയുന്ന കമ്മ്യൂണിറ്റി ലെവൽ കാര്യങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ ഒരു റീജിയണൽ ബേസിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഈ ടെററിസത്തിലാണ് നീക്കുക. ഇപ്പൊ നമ്മൾ നെക്സലിസം എന്ന് പറയുന്നത് എന്താണ്? നെക്സലിസം എന്ന് പറഞ്ഞാൽ ടെററിസം എന്ന് പറയാൻ പറ്റില്ല നെക്സലിസത്തിനെ. പക്ഷെ നെക്സലിസം എന്ന് പറയുന്നത് എന്താണ്, ഒരു തരത്തിലുള്ള എക്സ്ട്രീമിസം ആണ് അല്ലെ. ഇപ്പൊ നെക്സലിസം ഉണ്ടാവുന്നത് തന്നെ ബംഗാൾ ഉണ്ടായിരുന്ന നെക്സൽ ബാരി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് നെക്സലിസം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നെക്സൽ മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവിടെ ജന്മികൾക്കെതിരെ തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു നെക്സലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതൊരു എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ആണ്. അപ്പം തീവ്രവാദം ആണെങ്കിലും എക്സ്ട്രീമിസം ആണെങ്കിലും എല്ലാം റിലീജിയസ് ഫണ്ടമെന്റലിസം ആണ് പറയാൻ കഴിയില്ല. ഓക്കെ, അതിന് പല പല കാരണങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരുപാട് തീവ്രവാദി ആക്രമണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. നിങ്ങൾ എക്സാമിന്റെ ടൈം ആകുമ്പോൾ ഒരു 3-4 പ്രാവശ്യം റീഡ് ചെയ്യുക, നിങ്ങൾക്ക് ഓർമ്മ വന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് ബേസിക്കലി ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ എന്ന രീതിയിലാണ്. കാരണം ഞാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാണ് ടെററിസ്റ്റ് അറ്റാക്കിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു 7 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് അങ്ങനെ കണ്ടത്, ക്രോണോളജിക്കൽ അറേഞ്ച് ചെയ്തായിരിക്കും. അപ്പൊ ഞാൻ എല്ലാം പറയുന്നില്ല, കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ടെററിസ്റ്റ് അറ്റാക്കുകളെ വെച്ച് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ ഓക്കെ ഫസ്റ്റ് വൺ ഈസ് മസാക്കർ ഓഫ് ശ്രീലങ്കൻ പോലീസ് ഓഫീസർ ഇൻ 1990.
A mass execution of 600 to 774 unarmed Sri Lankan followers by the military group LTT, Liberation Tigers of Tamil Eelam, okay, during the Sri Lankan Civil War. അപ്പോൾ ശ്രീലങ്കൻ സിവിൽ വാറിന്റെ സമയത്ത് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ആൾക്കാർ സിംഗലീസ് അന്ന് ഗവൺമെന്റ് വെച്ചിരുന്ന അവരുടെ ഒരു പട്ടാളക്കാരെ പോലീസുകാരെ പോലീസ് പാരാമിലിറ്ററി ഫോഴ്സിന്റെ ഒരു 600 തൊട്ട് 700-750 ശ്രീലങ്കൻ പോലീസ് ഓഫീസറിനെ എന്ത് ചെയ്യുന്നുണ്ട്, മാസ് മസാക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂട്ടക്കൊലപാതകം ചെയ്യുന്നുണ്ട്. ഓക്കെ, ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴേലം എന്ന് വിളിക്കാൻ കാരണം അറിയാലോ, തമിഴേലം എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റിസ്റ്റ് നേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ LTT പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴേലം, തമിഴ് പുലികൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അടുത്ത വേൾഡ് ട്രേഡ് സെന്റർ ബോംബിങ്സ്. ഓക്കെ, നമ്മൾ വേൾഡ് ട്രേഡ് സെന്റർ ബോംബിങ്സ് 2001 ഉണ്ടായ വേൾഡ് ട്രേഡ് സെന്റർ ബോംബിംഗ് അല്ല. ഓക്കെ, 1993 വേറൊരു ബോംബിംഗ് ഉണ്ടായിട്ടുണ്ട് വേൾഡ് ട്രേഡ് സെന്ററിൽ. ഓക്കെ, even bomb exploded in the underground garage of the North Tower, intended to collapse the tower. The attack was orchestrated by Ramesh Yusuf and is motivated by revenge for US. അപ്പം ഇസ്രയേലിന് നൽകിയിരുന്ന US-ന്റെ സപ്പോർട്ടിനെ എതിർത്തിട്ടായിരുന്നു ഈ പറയുന്ന വേൾഡ് ട്രേഡ് സെന്റർ ബോംബിങ്ങിന്റെ പിന്നിലും അൽഖ്വയ്ദ കേട്ടോ. അൽഖ്വയ്ദയ്ക്ക് ഒരു കൈയുണ്ട് ഈ പറയുന്ന വേൾഡ് ട്രേഡ് സെന്റർ 1993 അറ്റാക്കിന്റെ മുകളിൽ. ഓക്കെ, അപ്പം ഇതും വേൾഡ് ട്രേഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇവരുടെ നോർത്ത് ടവറിന്റെ ഗാരേജിൽ ഇവര് ഈ പറയുന്ന ഡൈനാമൈറ്റ് നിറച്ചൊരു വണ്ടിയായിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് നിറച്ചൊരു IED-കൾ നിറച്ചൊരു വണ്ടിയുമായിട്ട് എക്സ്പ്ലോഡ് ചെയ്യും. അതുവഴി ആ ഹോൾ ബിൽഡിംഗ് കൊളാപ്സ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ഇവരുടെ ധാരണ. ഈ പറയുന്ന റാംസി യൂസഫ് ആയിരുന്നു അതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്ന ആള്. പുള്ളിക്കാരൻ കുറെ കാലം ഈ പറയുന്ന US-ൽ താമസിച്ച് പല പല ജോലികൾ എടുത്ത് കുറെ കാലം പ്ലാൻ ചെയ്ത ഒരു അറ്റാക്ക് ആയിരുന്നു ഈ പറയുന്ന വേൾഡ് ട്രേഡ് സെന്റർ ബോംബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ എന്ത് പറ്റി, ഈ പറയുന്ന ബിൽഡിംഗ് കൊളാപ്സ് ഒന്നും ആയില്ല. ഓക്കെ, കൊളാപ്സ് ഒന്നും ആയില്ല. ആക്ച്വലി ഈ പറയുന്ന 1993 അറ്റാക്ക് ഒരു തരത്തിൽ ഫെയിലിയർ ആയിരുന്നു. ഓക്കെ, പിന്നെ ബോംബെ ബോംബിങ്സ്. A series of 12 bomb explosions in Mumbai were criminal syndicates with Islamic terrorist links killing over 250 people. ഓക്കെ, ഈ പറയുന്ന ഇസ്ലാമിക് ടെററിസ്റ്റ് സംഘടനയുമായിട്ട് മോസ്റ്റ്ലി ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ആക്രമണം നടത്തുന്ന പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ് സംഘടന എന്ന് പറഞ്ഞാൽ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-e തോയ്ബയാണ്. ഓക്കെ, മോസ്റ്റ്ലി വേറെ സംഘടനകളുണ്ട്, പക്ഷെ ലഷ്കർ-e തോയ്ബ ജെയ്ഷെ മുഹമ്മദും ആയിരുന്നു. അപ്പം അന്ന് ഈ ക്രിമിനൽ സിൻഡിക്കേറ്റ്സ് ഉദ്ദേശിക്കുന്നത് ഈ മുംബൈയിൽ ഉണ്ടായിരുന്ന അധോലോകങ്ങളെ കുറിച്ച് അറിയായിരിക്കും അല്ലെ. അപ്പൊ മുംബൈയിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റിനെ ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു അന്ന് ഈ ബോംബിങ്സ് നടത്തുന്നത്. ഏകദേശം 250 ആൾക്കാരാണ് മരണപ്പെടുന്നത്. ഓക്കെ, അടുത്താണ് ടോക്കിയോ സബ്വേ സൈലന്റ് അറ്റാക്ക്. ഞാൻ ചില ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമായിരിക്കും കേട്ടോ പറഞ്ഞു പോകുന്നത്, കാരണം ഇതിനകത്ത് ഒരു 10-40ഓളം ടെററിസ്റ്റ് അറ്റാക്കുകളെ കുറിച്ച് ഈ നോട്ട് ഉണ്ട്. അപ്പൊ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ടെററിസ്റ്റ് അറ്റാക്കുകളെ കുറിച്ച് പറഞ്ഞു നമുക്ക് പോകാം. ഇതാണ് ടോക്കിയോ സബ്വേ സൈലന്റ് അറ്റാക്ക്. വാസ് ഇൻ 1995. ഓക്കെ, AM ഷിങ്ക്രിയോ കൾട്ട് റിലീസ് സരിൻ നെർവ് ഗ്യാസ് ഇൻ ടോക്കിയോ സബ്വേ ലൈൻസ്. ഓക്കെ, ഷിങ്ക്രിയോ കൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയാലോ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒരു വളരെ അപ്പോക്കലിപ്റ്റായ ഒരു ഐഡിയോളജി ഫോളോ ചെയ്ത് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് കൾട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഷിങ്ക്രിയോ കൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഒരു അപ്പോക്കലിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോക അവസാനമൊക്കെ ഒരു അല്ലെങ്കിൽ ലോകത്തിലെ ഒരു അനാർക്കി എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ അരാജകത്വം കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ഒരു ഐഡിയോളജിയിൽ വർക്ക് ചെയ്ത ഒരു കൾട്ടായിരുന്നു ഈ പറഞ്ഞ ജപ്പാനിൽ നിന്ന് ഷിങ്ക്രിയോ കൾട്ട്. ഓക്കെ, അപ്പൊ ഈ ഷിങ്ക്രിയോ കൾട്ടുകാർ എന്തെന്ന് പറഞ്ഞാൽ സരിൻ നെർവ് ഗ്യാസ് ടോക്കിയോ സബ്വേ ലൈൻസിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ട്രെയിൻ പോകുന്ന സബ്വേ ലൈൻസിൽ ഇവരെന്തെന്ന് പറഞ്ഞാൽ ഈ സരിൻ എന്ന് പറഞ്ഞാൽ ഒരു നെർവ് ഏജന്റ് ആണ്. നെർവ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ വെപ്പൺ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെർവ് ഏജന്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഗ്യാസ് ഇവർ കുറച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളായിട്ട് കെട്ടിയിട്ട് ഇവര് ഈ പറയുന്ന സബ്വേ ലൈൻസിൽ വെച്ച് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുടകൾ വെച്ച് കുത്തിപ്പൊട്ടിക്കുകയായിരുന്നു. അപ്പം എന്തോ ഈ സരിൻ ഗ്യാസ് പടരുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എനിക്ക് തോന്നുന്നു 10-20-25 ആൾക്കാരും അന്ന് ആ സബ്വേ ലൈനിൽ മരണപ്പെടുകയും. പക്ഷെ ഞാൻ പറഞ്ഞു കെമിക്കൽ വെപ്പൺസിന്റെ ബയോളജിക്കൽ വെപ്പൺസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് നമ്മളെ ഭീകരമായിട്ട് വേറെ രീതിയിലായിരിക്കും അഫക്ട് ചെയ്യുക. ഞാൻ ഏജന്റ് ഓറഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വിയറ്റ്നാം വാറിൽ യൂസ് ചെയ്ത അമേരിക്കയുടെ ഏജന്റ് ഓറഞ്ചിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്നും വിയറ്റ്നാമിൽ ജനിക്കുന്ന 1% കുട്ടികൾക്ക് ഇന്നും പല തരത്തിലുള്ള ഫിസിക്കൽ ഡിസേബിലിറ്റീസും മെന്റൽ ഡിസേബിലിറ്റീസും ഒക്കെയാണ് ജനിച്ചു വരുന്നത്. അതൊക്കെയാണ് ഈ പറയുന്ന നെർവ് ഏജൻസിന്റെയും കെമിക്കൽ വെപ്പൺസിന്റെയും പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതേക്ക് ഒരു നെർവ് അറ്റാക്ക് ആയിരുന്നു സരിൻ നെർവ് അറ്റാക്ക് എന്ന് പറയുന്നത്. ആൾക്കാരെല്ലാം ജപ്പാൻ പോലീസ് റെയ്ഡ് ചെയ്യുകയും പിടികൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്താണ് റേസ് മസാക്കർ. ബ്രൂട്ടൽ മസാക്കർ ഓഫ് സിവിലിയൻസ് ഇൻ അൾജീരിയ ഡ്യൂറിംഗ് ദ സിവിൽ വാർ വിത്ത് എസ്റ്റിമേറ്റ്സ് ഓഫ് 98 people killed by Islamic militants and Indian conflict between government and Islamic forces. ഓക്കെ, അപ്പം അൾജീരിയയിൽ വെച്ച് നടക്കുന്ന ഒരു മസാക്കർ ആണ് ഈ പറയുന്ന റേസ് മസാക്കർ എന്ന് പറയുന്നത്. ഈ
പ്രൊണൗൺസിയേഷൻ അറിയില്ല. ഓക്കെ, അപ്പൊ ഈ ചെച്ചൻ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റുകൾ കുറച്ച് ടെററിസ്റ്റ് അറ്റാക്കുകൾ നടത്തുന്നുണ്ട്. ഈ ചെച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ചെച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലെ സദാൻ പ്രോവിൻസ് ആണ് തോന്നുന്നു, റഷ്യയിലെ ഒരു സ്ഥലമാണ് ചെച്ചൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവിടുത്തെ ഒരു എത്നിക് ഗ്രൂപ്പാണ് ചെച്ചൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഈ സെപ്പറേറ്റിസ്റ്റ് പോകണം അല്ലെങ്കിൽ അവർക്ക് വിഭാഗീയമായിട്ട് പോകണമെന്ന്, അവർക്കൊരു സെപ്പറേറ്റ് നേഷൻ ഒന്നും വേണം എന്നൊക്കെ ഒരു ഐഡിയയിലാണ് ഈ ചെച്ചൻസ് റഷ്യയിൽ ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്കുകൾ നടത്തിയിട്ടുള്ളത്. ഓക്കെ, ചെച്ചൻസിന്റെ കുറെ ടെററിസ്റ്റ് അറ്റാക്കുകൾ ഉണ്ട്, ജസ്റ്റ് എല്ലാം നോക്കി വെക്കുക. ഓക്കെ, അപ്പം ഇപ്പം അത് കൺട്രോളിലാണ്. ചെച്ചൻസ് ഇപ്പം ഗവൺമെന്റ് കൺട്രോൾ ചെയ്താണ് വെച്ചേക്കുന്നത്. എന്നാലും അവിടെ ഇവിടേക്കായിട്ട് ഇവരുടെ ഒരു നെറ്റ്വർക്ക് ഇപ്പോഴും ആക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, US എംബസി ബോംബ്സ് ഇൻ കെൻസിയ ആൻഡ് ടാൻസിയ. അൽക്വയ്ദ നടത്തുന്ന ഒരു സൂയിസൈഡ് ബോംബിങ്സ് ആണ് ഈ പറയുന്ന US എംബസി ബോംബ്സ് ആണ്. കെനിയയിലും ടാൻസിയയിലാണ് നടക്കുന്നത്. അങ്കോള ട്രെയിൻ അറ്റാക്ക്. അങ്കോള ട്രെയിൻ അറ്റാക്ക് എന്ന് പറഞ്ഞ് യൂണിറ്റ റെബൽസ് എന്ന് പറഞ്ഞാൽ അങ്കോളയിൽ സിവിൽ വാർ നടക്കുന്ന ടൈമിൽ അവരെ എതിർത്തിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് എതിർത്തിരുന്ന റെബൽസ് ആണ് യൂണിറ്റ റെബൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവര് ഈ ട്രെയിൻ വന്നുകൊണ്ടിരുന്ന ഈ ട്രെയിൻ പാളത്തിൽ ബോംബ് വെക്കുകയും അങ്ങനെ ആ പാസഞ്ചർ ട്രെയിൻ ഡീറെയിൽ ആവുകയും, അതായത് പാളം തെറ്റി വീഴുകയും, ആ പാളം തെറ്റി വീണ ട്രെയിനകത്ത് ഇവര് മൊത്തം നിറയൊഴിക്കുക, അതായത് വെടിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏകദേശം 250 ആൾക്കാർ അതിനകത്ത് കൊല്ലപ്പെടുന്നുണ്ട്. പിന്നെയാണ് ലോകത്തിനെ കാണിക്കുക സെപ്റ്റംബർ 11 അറ്റാക്ക് 2001. Al-Qaeda terrorist hijacked 4 US planes, crashing 2 into the World Trade Center, 1 into the Pentagon and 1 in Pennsylvania. Okay, nearly 3,000 died. Motives included retaliation against US policy in the Muslim world. Okay, ഞാൻ പറഞ്ഞു അന്ന് Al-Qaeda ടെററിസ്റ്റിനെ ഈ പ്ലാൻ ഓർക്കസ്ട്രേറ്റ് ചെയ്ത ആളുടെ പേരാണ് ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്നത്. 2001 US-ന്റെ തന്നെ 4 പ്ലെയിനുകൾ ഹൈജാക്ക് ചെയ്യും, 2 വേൾഡ് ട്രേഡ് സെന്ററിൽ പിടിച്ചിറക്കുകയും 10 പെന്റഗണിലേക്ക്, ഒന്ന് ഈ പെൻസിൽവേനിയ ഒരു ആളുടെ ഒരു പാടത്തിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. ഓക്കെ, ആളുടെ ഒരു പാടത്തിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലൈറ്റിൽ നിന്ന് എന്ത് പറ്റിയില്ല, ഈ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കില്ല. ഓക്കെ, അടുത്തതാണ് ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ സെപ്റ്റംബർ 11 ഈ 9/11 അറ്റാക്ക് കാരണമാണ് ഗ്ലോബൽ വാർ ഓൺ ടെററിസം അമേരിക്ക അനൗൺസ് ചെയ്യുന്നതും അതിന്റെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാന് അധിനിവേശം നടത്തുന്നു അല്ലെങ്കിൽ ഇൻവേഡ് ചെയ്യുന്നു. ഓക്കെ, ഈ അടുത്താണ് ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്ക് ഓൺ 2001. പാകിസ്ഥാനി ബേസ്ഡ് മിലിറ്ററി ഗ്രൂപ്പ് ജെയ്ഷെ മുഹമ്മദ് ആൻഡ് ലഷ്കർ എ തയ്യബ അറ്റാക്ക് ഇന്ത്യൻ പാർലമെന്റ് in 2018. അതായത് ഈ 1999 നമ്മുടെ കാർഗിൽ വാറിന് ശേഷം അല്ലെങ്കിൽ കാർഗിൽ കോൺഫ്ലിക്റ്റിന് ശേഷം എന്ത് നടന്നിട്ടുണ്ട്, ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കുറച്ചുകൂടെ അല്ലെങ്കിൽ എന്താണ് ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനൊക്കെ AB വാജ്പേയി ശ്രമിച്ചത്. അപ്പം ആ പറയുന്ന എഫേർട്സിനൊക്കെ ഇല്ലാതാക്കുക, ഒന്നുകൂടെ ഈ പറയുന്ന എന്താണ് ഒരു ടെൻഷൻ ഉണ്ടാക്കുക എന്ന രീതിയിലാണ് ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്ക് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തമ്മിൽ കൂടെ നടക്കുന്നത്. പാർലമെന്റിന്റെ എന്താണ് ഔട്ട്സ്കേർട്സിൽ ഇവര് നിറയൊക്കെയും കുറച്ച് പോലീസുകാരും മരണപ്പെടുത്തിയിട്ട് ഏകദേശം 9 ആൾക്കാരാണെന്ന് മരണപ്പെട്ടത്. 2002 ബാലി ബോംബിംഗ്സ്. 2002 ജമാ ഇസ്ലാമിക് ടെററിസ്റ്റ് ബോംബിന്റെ നൈറ്റ് ക്ലബ് ഡിസ്ട്രിക്ട് ഇൻ ബാലി, ഇന്തോനേഷ്യ, കില്ലിംഗ് 202 മോസ്റ്റ്ലി ടൂറിസ്റ്റ്. ഓക്കെ, അപ്പം ഈ നൈറ്റ് ക്ലബ്ബുകൾ അതേ കണക്ക് ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്തുണ്ട്, ഈ ഗേ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഓക്കെ, സൗഹൃദ അനുരാഗികൾക്ക് വേണ്ടി ക്ലബ്ബുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ പറയുന്ന ഇസ്ലാമിക് ടെററിസ്റ്റ് സംഘടനകളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇപ്പം ഈ ഇടയ്ക്ക് എനിക്കൊന്ന് ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അറ്റാക്ക് നടക്കാൻ സ്ഥിരമാണ്. അപ്പം ബാലിയിൽ ഉണ്ടായിരുന്ന ഒരു നൈറ്റ് ക്ലബിനെ ഇത് കണക്ക് ജമാ ഇസ്ലാമിയ എന്ന് പറഞ്ഞ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അറ്റാക്ക് ചെയ്യുകയും ഏകദേശം 202 പേരാണ് മോസ്റ്റ് ടൂറിസ്റ്റ് ആണ് കൊല്ലപ്പെടുകയും ചെയ്തത്. അടുത്താണ് മോസ്കോ തിയേറ്റർ ഹോസ്റ്റേജ് ക്രൈസിസ്. ഞാൻ പറഞ്ഞു ചെച്ചൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പം അത്ര ആക്റ്റീവ് അല്ല, പക്ഷെ അവർക്ക് നെറ്റ്വർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ചെച്ചൻ എന്ന് പറയുന്ന റഷ്യയിൽ ഉണ്ടായിരുന്ന ഒരു സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പ് ഒരു മോസ്കോയിൽ തിയേറ്റർ ഹോസ്റ്റേജ് ആയിട്ട് തിയേറ്ററിൽ ഒരു 850 ആൾക്കാരെ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്തു. അപ്പം റഷ്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തില്ല, റഷ്യൻ ഗവൺമെന്റ് അത്ര വഴങ്ങിയില്ല. റഷ്യൻ ഗവൺമെന്റ് റിട്ടാലിയേറ്റ് ചെയ്തു, അത്ര 10,000 ഇറങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 250 ആൾക്കാർ ഈ ഹോസ്റ്റേജസിൽ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ശതമാനം ആൾക്കാരെ അന്ന് ചെച്ചൻ മിലിറ്റൻസ് കൊന്നുകളയുന്നു. ഓക്കെ, അതാണ് അടുത്താണ് അഷൂറ മസാക്കർ 2004. സുന്നി എക്സ്ട്രീമിസ്റ്റ് അറ്റാക്ക് ഷിയ മുസ്ലിം അഷൂറ സുന്നി ഇറാഖി അറ്റ്ലീസ്റ്റ് 85. ഓക്കെ, അപ്പം നമുക്കറിയായിരിക്കും സുന്നികളും ഷിയകളും. ഓക്കെ, ഇപ്പം നടക്കുന്ന ഇറാൻ വാറിൽ തന്നെ ആണെങ്കിലും ഇപ്പം റീസെന്റ് നടക്കുന്ന ഇറാൻ വാറിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സൗദി അറേബ്യ ഒക്കെ US-ന്റെ പാർട്ടായിട്ട് നിൽക്കുന്നത്, ഒരു മുസ്ലിം രാഷ്ട്രമായി നിൽക്കുന്നത്?
കാരണം ഇറാൻ എന്ന് പറയുന്നത് ഷിയ ഭരണകൂടത്തിന് അണ്ടറിൽ നിൽക്കുന്നതാണ്. ഓക്കെ, ഷിയ ഭരണകൂടമാണ് അവിടെ ഉള്ളത്. കാരണം മുസ്ലിംസ് 2 സെക്ടറുകളാണുള്ളത്, ഷിയയും സുന്നികളും. ഓക്കെ, അപ്പം ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഷിയ ഭരണകൂടം ഇറാൻ പോലെ ഒരു രാജ്യത്ത് അത്രയും റിസോഴ്സ്ഫുൾ ആയ ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യയിൽ വലിയ ഒരു 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 ഗ്രിപ്പുള്ള ഒരു രാജ്യമായി ഒരു ഷിയ ഭരണകൂടം വരുന്നതിൽ ഈ പറയുന്ന സൗദി അറേബ്യക്കൊക്കെ നല്ല പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഈ പറയുന്ന US മിലിറ്ററി ബേസ് കെട്ടാനും അല്ലെങ്കിൽ ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നതിൽ ഇവർ അധികം ഒരു മുസ്ലിം രാഷ്ട്രത്തിനെ ആക്രമിച്ചിട്ടും ഈ പറയുന്ന സൗദി അറേബ്യ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളും ഇതിനകത്ത് ഇവരെ അധികം അഭിപ്രായം പറയാതെ മാറി നിൽക്കുന്നതൊക്കെ ഇതൊക്കെകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ തിരിച്ചടിക്കുന്നതും ഇതൊക്കെ കൊണ്ടാണ്. അതൊരു ഷിയ മുസ്ലിം രാജ്യമായതുകൊണ്ടാണ് ഇറാൻ. ഓക്കെ, അതേ കണക്ക് തന്നെയാണ് ഇപ്പൊ അഷൂറ മസക്കർ ഒരു ഷിയ മുസ്ലിമുകളുടെ ഇറാഖിൽ വെച്ച് നടന്ന ഒരു റാലിയിൽ സുന്നി എക്സ്ട്രീമിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യുകയും 85 പേര് ഏകദേശം 85 പേരെ മരണപ്പെടുകയും ചെയ്തു. അടുത്ത മുംബൈ ട്രെയിൻ ബോംബിംഗ് 2006 സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് ഓൺ മുംബൈ കമ്മ്യൂട്ടർ ട്രെയിൻ കിൽസ് 209. ഓക്കെ, പിന്നെ പിന്നെ 26/11 മുംബൈ അറ്റാക്സ്. ഓക്കെ, a 4-day siege by 10 Pakistani militants targeted multiple high-profile locations, killing 166 and wounded over 300. ഓക്കെ, അങ്ങനെ ഏകദേശം 10ഓളം വരുന്ന പാകിസ്ഥാൻ ലഷ്കർ എന്നവരുടെ പാകിസ്ഥാൻ മിലിറ്റൻസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് 26/11 ബേസ് ചെയ്തിട്ട്. സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മലയാളിയായ ഒരു ഓഫീസറൊക്കെ അന്ന് മരണപ്പെട്ടിരുന്നു, അല്ലെ കൊല്ലപ്പെട്ടിരുന്നു. അപ്പം 2011 മുംബൈ അറ്റാക്സ് നടക്കുന്നു. ഒരു 4-day സീരീസ് ആയിരുന്നു. അവിടുത്തെ ഒരു കഫേയിലും താജ് ഹോട്ടലിലും ഒക്കെ അറ്റാക്ക് നടക്കുന്നു. ഏകദേശം 170ഓളം ആൾക്കാരാണ് അന്ന് കൊല്ലപ്പെടുന്നത്. ഞാൻ ഇത് പറയാൻ എന്താന്ന് പറഞ്ഞാല് ഇത്രയും ടെററിസ്റ്റ് അറ്റാക്കുകൾ ഉണ്ട് കേട്ടോ, ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്കുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, ഇത്ര ഇമ്പോർട്ടന്റ് ടോപ്പിക് അല്ല. പക്ഷെ കുറച്ച് ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു പോകുന്നത്, നിങ്ങൾ ആ കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു വെക്കുക. ഓക്കെ, ക്രോണോളജിക്കലി ചോദിക്കാവുന്ന ഒരു കാര്യമാണ് ടെററിസ്റ്റ് അറ്റാക്കുകൾ. 4 റാൻഡംലി ടെററിസ്റ്റ് അറ്റാക്കുകൾ തരും. പക്ഷെ അത് ഒരു 1-2 കുറച്ച് ഫേമസ് ആയിട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കുറച്ച് ടെററിസ്റ്റ് അറ്റാക്കുകളായിരിക്കും. അപ്പൊ അത് ക്രോണോളജിക്കൽ അറേഞ്ച് ചെയ്യാനായിരിക്കും ചോദിക്കുക. ഓക്കെ, Peshawar school massacre. Taliban 141 people, mostly children, at a military run school in Pakistan to target security forces. അതായത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ എന്തുണ്ട് പ്രശ്നമുണ്ട്. ഓക്കെ, അവിടെയും ഈ പറയുന്ന സെപ്പറേറ്റിസ്റ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ താലിബാൻ ഒരു പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരുടെ സ്കൂളിൽ കയറി 141ഓളം ആൾക്കാരെ വധിക്കുകയാണ്. ഈ വധിക്കപ്പെട്ടതിൽ ഏകദേശം 130ഓളം കുട്ടികളായിരുന്നു. ഓക്കെ, അതൊരു മിലിറ്ററി സ്കൂളായിരുന്നു. പാകിസ്ഥാൻ ഗവൺമെന്റ് പാകിസ്ഥാൻ മിലിറ്ററി റൺ ചെയ്യുന്ന ഒരു സ്കൂളായിരുന്നു. അപ്പം ഇവരെന്ത് ചെയ്തു, ഈ നിഷ്കരണം 130ഓളം സ്കൂൾ കുട്ടികളെ അന്ന് കൊല ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത ബാഗ മാസക്കർ. ബൊക്കോ ഹറാം ഡിസ്ട്രോയ്ഡ് ദ നൈജീരിയൻ ടൗൺ ഓഫ് ബാഗ, കില്ലിംഗ് അറ്റ്ലീസ്റ്റ് 200 civilians and displacing thousands. ഓക്കെ, അപ്പം ബൊക്കോ ഹറാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന ആഫ്രിക്കൻ വെനസ്വേലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റ് സംഘടനയാണ് ബൊക്കോ ഹറാം എന്ന് പറയുന്നത്. അവർ നൈജീരിയയിൽ നടത്തിയ ഒരു അറ്റാക്കിനെ കുറിച്ചാണ് പറയുന്നത്. അങ്കാര ബോംബിംഗ്. അങ്കാര എന്ന് പറഞ്ഞാൽ ടർക്കിയിലാണ്. ഓക്കെ, ട്വിൻ ബോംബിംഗ്സ് ഇൻ ടർക്കിഷ് ക്യാപിറ്റൽ ടാർഗറ്റ് പീസ് വാലി, കില്ലിംഗ് ഓവർ 100. ഓക്കെ, ഈ പറയുന്ന അങ്കാര വെച്ച് നടന്ന ഒരു തുർക്കിയുടെ ക്യാപിറ്റലായ സ്ഥലത്ത് വെച്ച് നടക്കുന്ന ഒരു ബോംബിങ്സ് ആണ്. അടുത്ത ബെയ്റൂട്ട് ബോംബിംഗ്. 2 suicide bombings in Beirut killed around 43 and injured hundreds, targeting the southern suburb, mostly visited by Shia Muslims. Okay, ബെയ്റൂട്ട് ബോംബിങ്സ് ആരെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞാണ്? ഷിയ മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന ബോംബിങ്സ് ആണ് ബെയ്റൂട്ട് ബോംബിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പാരീസ് അറ്റാക്സ്. കോർഡിനേറ്റഡ് ഷൂട്ടിംഗ് ആൻഡ് ബോംബ്സ് ബൈ IS militants killed 130 people and injured hundreds. പാരീസിലെ ഒരു 3-4 ലൊക്കേഷൻസിൽ സൈമൾട്ടേനിയസ്ലി നമ്മുടെ മുംബൈ അറ്റാക്സ് പോലെ തന്നെ നടന്ന ഒരു അറ്റാക്കാണ് പാരീസ് അറ്റാക്ക് പറയുന്നത്. ഓക്കെ, കാരണം 3-4 ലൊക്കേഷനിൽ സൈമൾട്ടേനിയസ്ലി IS നടത്തിയ അറ്റാക്ക് ആയിരുന്നു ഈ പാരീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ആയിട്ട് ഫ്രാൻസ് ആ ടൈമിൽ സിറിയയിലൊക്കെ ഹെവി ബോംബിങ്സ് ആയിരുന്നു കേട്ടോ. IS മേജറായിട്ട് വർക്ക് ചെയ്യുന്ന പാർട്ടാണ് സിറിയ എന്നൊക്കെ പറയുന്നത്. അപ്പം IS നേരെ അല്ലെങ്കിൽ അവരുടെ ക്യാമ്പുകൾക്ക് നേരെ ഭയങ്കര ഹെവി ബോംബിംഗ് ആയിരുന്നു ആ ടൈമിൽ ഫ്രാൻസ് റിട്ടേലിയേറ്റ് ചെയ്യും. The Pulse nightclub attack killed 49 and injured 53 in a mass shooting at LGBTQ. ഞാൻ പറഞ്ഞില്ലേ, ഈ LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഓർഗാനിക് അനുരാഗികൾക്ക് വേണ്ടിയുള്ള
പല നൈറ്റ് ക്ലബ്ബുകളും യൂറോപ്യൻ രാജ്യങ്ങളിലും നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ നേരെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക് ടെററിസ്റ്റ് സംഘടനകളുടെ ഒരു ഇൻട്രസ്റ്റ് വരുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ ഒർലാൻഡോ ഫ്ലോറിഡ മോട്ടിവേറ്റ് ബൈ എക്സ്ട്രീമിസ്റ്റ് ഇസ്ലാമിക് ബിലീഫ്സ്. ഓക്കെ ഓക്കെ ഇത്രയും ടെററിസ്റ്റ് അറ്റാക്കുകൾ. പിന്നെ ഉറി അറ്റാക്ക് എല്ലാവർക്കും അറിയായിരിക്കും. militant cross from Pakistan administered Indian army വഴി സോൾജേഴ്സ് ആണ് കൊല്ലപ്പെടുന്നത്. ഇതിന് റിട്ടാലിയേഷൻ ആയിട്ടാണ് സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്നത്. പിന്നെ കാബൂൾ അറ്റാക്ക് കാബൂൾ എംബസിക്ക് നേരെ. ാണ് ഒരു സൂയിസൈഡ് ബോംബർ ഫ്രം ദേശീയ CRPF ജമ്മു ആൻഡ് കാശ്മീർ. അറ്റാക്ക് ആണ് പുൽവാമ അറ്റാക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഇടയ്ക്ക് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ പുൽവാമ അറ്റാക്ക്. ഓക്കെ, പുൽവാമ അറ്റാക്കിലേക്ക് റിട്ടാലിയേഷൻ ആയിട്ട് അന്ന് നമ്മുടെ ഫൈറ്റർ ജെറ്റ്സ് അറ്റാക്ക് ചെയ്യുകയും അതിന് ബന്ധപ്പെട്ട് അഭിനന്ദൻ വർത്തമാൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു ഇന്ത്യൻ സൈനികൻ ഒരു പൈലറ്റ് അവിടെ കുടുങ്ങിപ്പോയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യ തിരിച്ച് വാങ്ങുന്നൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ പുൽവാമ അറ്റാക്ക് എന്ന് പറയുന്ന കാരണം ഇത്രയും ദൂരം ഇത്രയും സൈനികരെ റോഡ് മാർഗം ഒരു യാത്രയാണ് പുൽവാമ അറ്റാക്ക് നടക്കുന്നത്. ഇന്റലിജൻസ് വിളിച്ചാണ്. പിന്നെ October 7 അറ്റാക്സ് ഇസ്രായേൽ 2023 ഈ അറ്റാക്ക് ആണ് ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിനെ പെട്ടെന്ന് അതിനകത്തൊരു സർജ് ഉണ്ടാക്കിയത് ഈ പറയുന്ന അറ്റാക്കാണ്. ഓക്കെ, കാരണം ഓൾറെഡി നമുക്കറിയാം വർഷങ്ങളായി പ്രശ്നമുണ്ട്. പക്ഷെ ഇത്രയും ഒരു ലാർജ് സ്കെയിൽ അറ്റാക്ക് തിരിച്ചത് ഈ പറയുന്ന October 7 അറ്റാക്സ് ആയിരുന്നു. ഹമാസ് ലോഞ്ച് ലാർജ് സ്കെയിൽ സർപ്രൈസ് അറ്റാക്ക് ഓൺ ഇസ്രായേൽ ഇൻവോൾവിംഗ് rocket barrages and infiltration, killing and capturing civilians and soldiers, marking high conflict. Okay, അപ്പം ഇസ്രായേൽ പ്രതീക്ഷിക്കാതെ ടൈമിൽ ഇവരെന്ത് ചെയ്യുന്നു, ഹമാസ് ഒരു ലാർജ് സ്കെയിൽ അറ്റാക്ക് സർപ്രൈസ് അറ്റാക്ക് ഇസ്രായേലിന് മേലെ വെച്ച് കൊടുക്കുകയാണ്. ഇസ്രായേലിൽ ഒരു ടെക്നോളജി അറിയാം, ഇസ്രായേലിൽ ഒരു ഡിഫൻസീവ് ടെക്നോളജി ഉണ്ട്, അതിനാണ് അയൺ ഡോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അയൺ ഡോം ചോദിക്കാം, അയൺ ഡോം എന്ന് പറയുന്നത് ആർക്ക് ഉള്ള ടെക്നോളജി ആണ് ചോദിക്കാം. അയൺ ഡോം ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഒന്ന് പറയാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ബേസിക്കലി ഈ പറയുന്ന ഈ ഒരു മിസൈൽ ഇന്റർസെപ്റ്റേഴ്സ് ആണ്. അതായത് ഇവർക്ക് നേരെ ഇവരുടെ രാജ്യങ്ങൾക്ക് ഇവരുടെ മെയിൻ സിറ്റീസിന് നേരെ ആക്രമണം വന്നു കഴിഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യുന്ന ഇന്റർസെപ്റ്റിംഗ് ടെക്നോളജിയാണ് ഈ പറയുന്ന അയൺ ഡോം എന്ന് പറഞ്ഞാൽ. ലോകത്തിൽ തന്നെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ടെക്നോളജിയാണ് ഇസ്രായേലിനുള്ളതെന്നാണ് പറയുന്നത് ഈ അയൺ ഡോം എന്ന് പറയുന്നത്. അപ്പൊ അയൺ ഡോമിനെ പേരിച്ച് ഒരു അറ്റാക്ക് നടത്തുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായ ഒരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഇസ്രായേൽ വിടുന്ന മിസൈലുകളെല്ലാം കറക്റ്റ് ആയിട്ട് പാലസ്തീനിൽ എത്തുകയും പക്ഷെ ഹമാസ് ലോഞ്ച് ചെയ്യുന്നതിൽ 10-1 ചിലപ്പം ഇസ്രായേലിലേക്ക് വന്നെത്തുക. ഓക്കെ, ഇപ്പം ഇറാന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇറാൻ ഇസ്രായേൽ വാർ നടക്കുന്ന ടൈമിൽ ഇറാൻ സീരിയസ് ആയ ബോംബിങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ. അതായത് സൈമൾട്ടേനിയസ്ലി ഒരുപാട് സമയത്ത് ബോംബിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മിസൈൽ നടക്കുകയാണ്. പക്ഷെ അതിന്റെ ഒരു മിസൈലെങ്കിലും ഇസ്രായേൽ തറച്ചു കഴിഞ്ഞാൽ അത് ഇറാന്റെ ഒരു വിജയമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം നോക്കിയാൽ ഏകദേശം അത്രയും ദൂരം, അതായത് ലെബനനൊക്കെ കഴിഞ്ഞ് ആണ് ഇസ്രായേലിലേക്ക് ഈ പറയുന്ന മിസൈൽ ഇറാൻ തൊടുത്തുവിടുന്ന മിസൈൽ എത്തുന്നത്. ഓക്കെ, ഈ ലെബനനകത്തെല്ലാം എന്തുണ്ട്, ഈ പറയുന്ന US-ന്റെ ബേസസ് ഉണ്ട്, US-ന്റെ മിസൈൽ ഇന്റർസെപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ താണ്ടിയിട്ട് വേണം അവിടെ എത്താൻ. അപ്പൊ അവിടെ എന്തുണ്ട്, ഈ ഇസ്രായേലിന്റെ അയൺ ഡോം ടെക്നോളജി ഉണ്ട്. ഓക്കെ, ഇതൊക്കെ താണ്ടി ഒരു മിസൈൽ അവിടെ എത്താന്ന് പറയുന്നത് ഇറാന് വലിയ വിക്ടോറിയസ് ആയിട്ടൊരു കാര്യമാണ്. ഓക്കെ, പഹൽഗാം അറ്റാക്ക് ഇപ്പൊ നടന്ന അറ്റാക്കാണ് പഹൽഗാം അറ്റാക്ക് ഓൺ സിവിലിയൻസ് ഓർ സെക്യൂരിറ്റി ഫോഴ്സസ് ഇൻ പഹൽഗാം ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യ റിഫ്ലക്റ്റിംഗ് ഓൺഗോയിങ് മിലിറ്റൻസി ഇൻ ദ റീജിയൻ. ഓക്കെ, അപ്പൊ പഹൽഗാം അറ്റാക്കും ഈ പറയുന്ന അറ്റാക്കാണ്. പഹൽഗാം അറ്റാക്ക് ഒരു വലിയ ഇന്റലിജൻസ് ആയിരുന്നു. കാരണം പഹൽഗാം എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് മിലിറ്ററീസ്, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും മിലിറ്ററൈസ്ഡ് ആയിട്ടൊരു സ്ഥലമാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞത്. ഓക്കെ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മിലിറ്ററി ഇങ്ങനെ വിന്യസിച്ച് അല്ലെങ്കിൽ മിലിറ്ററി ഇങ്ങനെ ഒരു 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 സെക്യൂരിറ്റി കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും മിലിറ്ററൈസ്ഡ് ഉള്ള സോൺ എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരാണ്. ലോകത്തിലാണ്, ഇന്ത്യയിലല്ല, ലോകത്തില്. അപ്പം പഹൽഗാം എന്ന് പറയുന്ന അതിൽ മിലിറ്ററൈസ്, ജമ്മു ആൻഡ് കാശ്മീരിൽ ഏറ്റവും മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള സോണാണ് പഹൽഗാം എന്ന് പറയുന്നത്. ഈ അറ്റാക്ക് നടക്കുന്നതിന് 2-3 ദിവസം മുന്നേ വരെ അവിടെ എന്തുണ്ടായിരുന്നു, അവിടെ സോൾജേഴ്സ് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് മാറി തൊട്ട് പിന്നാലെയാണ് ഈ പറയുന്ന അറ്റാക്ക് അവിടെ നടക്കുന്നത് പഹൽഗാമിൽ. ഓക്കെ, അപ്പം അതെന്ന് പറയുന്നത് വലിയ ഇന്റലിജൻസ് വീഴ്ചയാണ്.
പിന്നെ ഇതിന് ശേഷം ഡൽഹി അറ്റാക്സ് കൂടെ ഉണ്ട്. ഓക്കെ, ഡൽഹി അറ്റാക്സ് ഉണ്ട്. എവിടെ എപ്പോഴാണ്? നവംബർ 10 നവംബർ 10 ഡൽഹി ബോംബ്. അടുത്താണ് കൗണ്ടർ ടെററിസം. ബോർഡ് എയർക്രാഫ്റ്റ് ടോക്കിയോ. ഓക്കെ, ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കൗണ്ടർ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന UN നടത്തിയ കൺവെൻഷനും ഉണ്ട്, അല്ലാതെ കൺവെൻഷനും ഉണ്ട്. ഓക്കെ, അതായത് ടെററിസത്തിനെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം, അല്ലെങ്കിൽ ടെററിസത്തിനെ എങ്ങനെ ഒരു അർത്ഥം വരുത്താനുള്ള രീതിയിൽ ലോകത്തിലെ പല രാജ്യങ്ങളും ഒത്തുചേർന്ന് നടത്തിയിട്ടുള്ള കൺവെൻഷനാണ് കൗണ്ടർ ടെററിസം എന്ന് പറയുന്നത്. കൺവെൻഷൻ ഓൺ ഒഫൻസസ് ആൻഡ് ആക്ട് ഓൺ ബോർഡ് എയർക്രാഫ്റ്റ് ടോക്കിയോ. ഓക്കെ, അതായത് ഈ വിമാന രാജ്യം എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പിൽ സ്ഥിര പരിപാടിയാണ്. അപ്പം ഈ പറയുന്ന വിമാനത്തിൽ വെച്ച് നടക്കുന്ന, അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റുമായിട്ട് എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒഫൻസസും ഹൈജാക്കിംഗ് പോലുള്ള കാര്യങ്ങൾക്കെതിരെ നടന്ന ഒരു 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 കൺവെൻഷനാണ്. ഓക്കെ, suppress of unlawful seizure of എയർക്രാഫ്റ്റ് ഹൈജാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഹേഗിൽ വെച്ച് നടന്ന ഒരു കൺവെൻഷനാണ് 1970. ഓക്കെ, അടുത്താണ് കൺവെൻഷൻ ഫോർ ദ സപ്രസ് ഓഫ് അൺലോഫുൾ ആക്ട് അഗെയിൻസ്റ്റ് സേഫ്റ്റി ഓഫ് സിവിൽ ഏവിയേഷൻ. അപ്പം ആദ്യകാലത്ത് നടന്ന നമുക്ക് കൺവെൻഷൻ എല്ലാം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏവിയേഷൻ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പറഞ്ഞ കൺവെൻഷൻ എല്ലാം. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ 1970, 1990 തീവ്രവാദി ആക്രമണങ്ങളുടെ ഒരു സ്ഥിരം പാറ്റേൺ ആയിരുന്നു ഈ പറയുന്ന ഹൈജാക്ക് ചെയ്യുക. ഓക്കെ, വിമാനങ്ങൾ ഹൈജാക്ക്. ഇപ്പൊ 9/11 അറ്റാക്ക് നടന്നത് എങ്ങനെയാണ്? അവരുടെ വിമാനം 9/11 അറ്റാക്കിന് ശേഷമാണ്. അത്രയും കാലം ഈ പറഞ്ഞ കൺവെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ 9/11 അറ്റാക്കിന് ശേഷമാണ് ലോകത്തിൽ മൊത്തം ഈ എയർലൈൻസ് ഇത്രയും സ്ട്രിക്ട്ലി ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഒരുപാട് നോംസ് ഉണ്ട്. നമുക്ക് ഇത്ര ബാറ്ററി കൊണ്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ ഒരു മുട്ടുതൂക്കി പോലും കൊണ്ടുപോകാൻ പാടില്ല എന്ന രീതിയിൽ ഏവിയേഷന്റെ റൂൾസ് മാറിപ്പോകുന്ന 9/11 അറ്റാക്കിന് ശേഷം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരുപാട് കൺവെൻഷൻസിനും ഇതിന്റെയൊക്കെ പിന്നിലുണ്ട്. ഓക്കെ, നമുക്ക് ലൈറ്റർ പോലും നമുക്ക് എയർക്രാഫ്റ്റ് ക്യാരി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കൺവെൻഷൻ ഓൺ പ്രിവെൻഷൻ ആൻഡ് പണിഷ്മെന്റ് ഓഫ് ക്രൈം അഗൈൻസ്റ്റ് ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡിംഗ്. ഓക്കെ, അപ്പം എന്താണ്, അതായത് ഡിപ്ലോമാറ്റിക് ഏജൻസ്, ഓരോ ഈ ഫോറിൻ ഡിപ്ലോമാറ്റ്സ് ഉണ്ടല്ലേ. ഇപ്പം നമുക്ക് പ്രശ്നമുള്ള രാജ്യത്ത്, ഇപ്പൊ പാകിസ്ഥാനിലാണെങ്കിൽ ഇന്ത്യൻ എംബസി ഉണ്ടാവും പാകിസ്ഥാനിലാണെങ്കിൽ. ഓക്കെ, അപ്പം അവിടെ എന്ത് വേണം? അവിടെയുള്ള ഡിപ്ലോമാറ്റ്സിനുള്ള സേഫ്റ്റി, അല്ലെങ്കിൽ അവരുടെ പണിഷ്മെന്റ് ഓഫ് ക്രൈം അഗെയിൻസ്റ്റ് സേഫ്റ്റി എന്ന രീതിയിൽ വന്ന ഒരു കൺവെൻഷനിലാണ് ഈ പറയുന്ന കൺവെൻഷൻ ഓൺ പ്രിവെൻഷൻ ഓഫ് ക്രൈം അഗെയിൻസ്റ്റ് ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡിംഗ് ഡിപ്ലോമാറ്റിക് ഏജൻസ്. അവരുടെ മാത്രമല്ല, മൊത്തത്തിൽ. ഓക്കെ, ഫോറിൻ ഇൻഡിവിജ്വൽസിന് വേണ്ടിയുള്ള ഒരു കൺവെൻഷൻ ആയിരുന്നു വെച്ചാൽ നടന്നത് 1973. അടുത്ത സപ്രസ് ഓഫ് അൺലോഫുൾ ആക്ട് ഓഫ് വയലൻസ് ഓഫ് എയർപോർട്ട് സർവീസ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ. ഓക്കെ, ഇതെല്ലാം ബേസിക്കലി നിങ്ങൾ ഇതിന്റെ എല്ലാം ജസ്റ്റ് പേര് നോക്കി വെക്കുക. നിങ്ങൾ ഇതെല്ലാം വായിച്ചു വെക്കുക. ഇതിന്റെ ഒരു ക്രോണോളജി മനസ്സിലാക്കുക. വർഷം പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് വർഷം ചോദിക്കുന്ന വളരെ സാർ ഒരു ഉപകാരം ചെയ്യണം. ക്ലാസ്സിൽ മുമ്പ് PDF നയിച്ചിട്ടാണ്. അപ്പോൾ ഇതിന്റെ അറിവ് എടുത്താൽ സാർ ഞാൻ PDF തരാം. ക്ലാസ് എല്ലാം PDF മാർക്ക് ചെയ്തിട്ട്. നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്രോട്ടോകോളുകളാണെങ്കിലും കൺവെൻഷൻസ് ആണെങ്കിലും നിങ്ങൾ ഇതിനകത്ത് വർഷം പഠിക്കും നിർബന്ധമില്ല. നിങ്ങൾ ഒരുപാട് തീവ്രവാദി ആക്രമണങ്ങളും അതനുസരിച്ച് തന്നെ കൗണ്ടർ ടെററിസത്തിന് ബന്ധപ്പെട്ട് ഒരുപാട് എന്ത് കിടക്കുന്നുണ്ട്, കൺവെൻഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിന്റെ ക്രോണോളജി കേൾക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇത് നോക്കുന്ന രീതിയിൽ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഒരു 3-4 വർഷം വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുക. ഞാൻ ഇതിന്റെ PDF നാളത്തെ ക്ലാസ് തൊട്ട് നേരത്തെ PDF തന്നിടാം. ഓക്കെ, പ്രോട്ടോകോൾ. അടുത്ത ഹോസ്റ്റേജുകളെ എടുക്കുമ്പോൾ അതിന് അല്ലെ, ഹോസ്റ്റേജസിനെ എടുക്കുന്നതിനെതിരെ വന്ന ഒരു കൺവെൻഷനാണ് കൺവെൻഷൻ അഗെയിൻസ്റ്റ് ടേക്കിംഗ് ഓഫ് ഹോസ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, 1979 വന്നത്. കൺവെൻഷൻ ഓഫ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ഓഫ് ന്യൂക്ലിയർ മെറ്റീരിയൽസ്. ഓക്കെ, അതായത് ഇപ്പം യുറേനിയം പോലെയുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഈ പറയുന്ന ഈ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം മെറ്റീരിയൽസ് കൊണ്ടാണ് ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ന്യൂക്ലിയർ ടെക്നോളജി, സിവിൽ യൂസിനാണ് ന്യൂക്ലിയർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം അതിന്റെയൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള മെറ്റീരിയൽസുകളുടെ
സുസ്ഥിരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു കൺവെൻഷനാണ് ഈ പറയുന്ന ഫിസിക്കൽ റൊട്ടേഷൻ ഓഫ് ന്യൂക്ലിയർ മെറ്റീരിയൽ വിയന്നയിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്റർനാഷണൽ കൺവെൻഷൻ ഓഫ് സപ്രസ് ഓഫ് ടെററിസ്റ്റ് ബോംബിങ്സ് 1997 വരുന്നതെങ്കിലും എൻഫോഴ്സ് ആവുന്ന 2001 ഇന്റർനാഷണൽ കൺവെൻഷൻ ഓഫ് സപ്രസ് ഓഫ് ടെററിസ്റ്റ് ബോംബിംഗ്. ബട്ട് വേരിയസ് ആയിട്ട് ലോകത്ത് നടക്കുന്ന ടെററിസ്റ്റ് ബോംബിങ്ങൾക്കെതിരെ അതിനെ സപ്രസ് ചെയ്യണമെന്നതിനെതിരെ അല്ലെങ്കിൽ അതിനെതിരെ ലോകം ഒന്നിച്ച് നിൽക്കുന്ന രീതിയിൽ വന്ന കൺവെൻഷനാണ് ഇന്റർനാഷണൽ കൺവെൻഷൻ ഓഫ് സപ്രസ് ടെററിസ്റ്റ് ബോംബിങ്സ്. ഇന്റർനാഷണൽ കൺവെൻഷൻ ഫോർ സപ്രസ് ഓഫ് ഫൈനാൻസിങ് ടെററിസം. അതേ കണക്ക് തന്നെ വലിയ പ്രശ്നമാണ് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഫൈനാൻസ് ചെയ്യുന്ന ആരാണെന്നുള്ളത് അല്ലെ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന അറബിക് കൺട്രീസിൽ നല്ല രീതിയിൽ ഈ പറയുന്ന ടെററിസ്റ്റ് സംഘടനകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഷിയകൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് വേണ്ടി സുന്നി രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് ചെയ്യുന്നുണ്ട്. ഡയറക്ട്ലി ഫണ്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ താലിബാന് വേണ്ടി ആര് ഫണ്ട് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന അറബ് കൺട്രീസിലുള്ള വൻകിട കമ്പനീസും അല്ലെങ്കിൽ വൻകിട ബിഗ് ഷോട്ട്സ് ഒക്കെ ഈ പറയുന്ന ടെററിസത്തിന് ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് സപ്രസ് ഓഫ് ഫൈനാൻസ് സർവീസസ് പറഞ്ഞാൽ ഈ ടെററിസ്റ്റിനെ ഫണ്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന ലോബികളെ കൺട്രോൾ ചെയ്യുക എന്ന രീതിയിൽ ഈ പറയുന്ന കൺവെൻഷൻ. അതാണ് ഇന്റർനാഷണൽ ഓഫ് സപ്രസ് ഓഫ് ആക്ട് ഓഫ് ന്യൂക്ലിയർ ടെററിസം. ന്യൂക്ലിയർ ടെററിസത്തിനെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂക്ലിയർ മെറ്റീരിയൽസിനെ സേഫ് ഗാർഡ് ചെയ്യുക, രാജ്യങ്ങളെ ത്രെട്ടൻ ചെയ്യുക എന്നതിനൊക്കെ എതിരെ വന്ന കൺവെൻഷൻ ആണ് ഈ പറയുന്ന കൺവെൻഷൻ ഓഫ് സപ്രഷൻ ഓഫ് ആക്ട് ഓഫ് ന്യൂക്ലിയർ ടെററിസം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവണമെന്നോ അല്ലെങ്കിൽ മനസ്സിലാവണമെന്നോ ഒന്നും ഇല്ല. കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു കുറെ കാര്യങ്ങൾ ഒരുമിച്ചാണ് പറഞ്ഞത്. കാരണം ഇത് അങ്ങനെയാണ്. നിങ്ങൾ സമയമെടുത്ത് നിങ്ങൾ വായിക്കുക, നിങ്ങൾ വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ വായിക്കുക, ഇതിന്റെ ക്രോണോളജി മനസ്സിലാക്കുക. ഇന്ത്യയിൽ വന്നിട്ടുള്ള ക്രോണോളജി ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലെ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളും ജസ്റ്റ് നോക്കി നോക്കുക. അത്തരം കാര്യങ്ങൾ അങ്ങനെ നോക്കി പോവുക. അല്ല നിങ്ങൾ ഇതെല്ലാം കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ക്രോണോളജിക്കലി ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആദ്യമേ നടന്ന ഇപ്പൊ കൺവെൻഷന്റെ കാര്യം നമ്മൾ ഈ നടന്ന് നോക്കുകയാണെങ്കിൽ തന്നെ എന്താണ് ഈ എയർക്രാഫ്റ്റ് റിലേറ്റഡ് ആയിരുന്നു ഫസ്റ്റ് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റേജസിനെ റിലേറ്റ് ചെയ്താണ് വന്നത്. അത് കഴിഞ്ഞ് ന്യൂക്ലിയർ മെറ്റീരിയൽസ് വരുന്നു, ടെററിസ്റ്റ് ബോംബിങ്സ് വരുന്നു. അത് കഴിഞ്ഞ് ടെററിസ്റ്റ് ബോംബിങ്സ് കഴിഞ്ഞിട്ടാണ് ഈ ടെററിസത്തെ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ വരുന്നത്. വീണ്ടും ന്യൂക്ലിയർ ടെററിസം വരുന്നു. അപ്പം അങ്ങനെ ഒരു ഐഡിയയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെ ഒരു ഐഡിയയിൽ പഠിച്ചു വെച്ചാൽ മതി. ഇതിന്റെ ക്രോണോളജി ചോദിച്ചാൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് വർഷം റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്ന ഭയങ്കര വിരളമായിട്ടാണ്. ഞാൻ എന്തായാലും ഇത്ര എടുക്കുന്നുള്ളൂ. കാരണം അടുത്തത് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കൺവെൻഷൻസ് ആണ്. ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കൺവെൻഷൻസ് ആണ്. കാരണം നിങ്ങൾക്ക് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ടോപ്പിക് എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ കൺവെൻഷൻസ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. അപ്പം ഇത് ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല. നമുക്ക് നാളെ ഞാൻ PDF നിങ്ങൾക്ക് തന്നിട്ട് നാളെ നമുക്ക് മാക്സിമം എടുത്ത് തീർക്കാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് അത്ര നടക്കുള്ള കാര്യമല്ല. കാരണം ടെററിസ്റ്റ് അറ്റാക്കുകൾ ഇത്രയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെ എങ്ങനെയാണ് ചോദിക്കാം. പിന്നെ അധികം വെയിറ്റേജ് ഒന്നും ഇല്ല. ഞാൻ നോക്കിയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ടെററിസ്റ്റ് എന്ന ഒരു സബ്ജക്റ്റിൽ നിന്ന് കഴിഞ്ഞ ഒരു 8-9 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. അപ്പം ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. PDF വന്നിട്ട് ബാക്കി കൺവെൻഷൻസ് ആണ്. ഒന്ന് എളുപ്പത്തിൽ പോകാനായിട്ട് നമുക്ക് PDF വന്നിട്ട് അങ്ങനെ മൂവ് ചെയ്യാം. അപ്പം താങ്ക് യു. ഇത്രേ ഉള്ളൂ. ഓക്കെ.